ഹലോ ഗായ്സ്, എല്ലാവർക്കും എ വി കപ്പിൾ വ്ളോഗ്സിലോട്ട് സ്വാഗതം. നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മെറിയൽ വാട്ടർ തീം പാർക്കിലോട്ടാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ ചേട്ടന്മാരും ചേച്ചിയായിട്ട് ഞങ്ങൾ വന്നിരിക്കുക. പിന്നെ 2 കുട്ടിമണികളും കൂടെ ഉണ്ട്. ഇവിടെ വന്ന് നമ്മൾ അകത്തോട്ട് കയറി. ഇനി അത് കഴിഞ്ഞ് ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്കും വരാം. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വരാം കേട്ടോ. ഇപ്പം ടിക്കറ്റിൽ നല്ലൊരു ഓഫറാണ് വരുന്നത്. ഇപ്പം 100 റിയാൽ മാത്രമേ ഉള്ളൂ ടിക്കറ്റ് റേഞ്ച്. അല്ലാണ്ട് നോർമൽ ഡേയ്സിലാണെങ്കിൽ 250 റിയാലാണ് ഗൈസ്. ഇപ്പം നിങ്ങൾ വരാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വന്നു. ഡാം ഷുവർ നിങ്ങൾക്ക് വെറുതെ ആവത്തില്ല. എന്തേലും ഒരിത് കാണും. മീൻസ് ഇവിടെ വന്നാൽ കുറേ റൈഡുണ്ട് ഗൈസ്. നമുക്ക് ഇപ്പം ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി റൈഡുണ്ട്. ഇവിടെ ഞങ്ങൾ വന്നു. ഇതാ ബാഗൊക്കെ ചെക്കിങ് അത് കഴിഞ്ഞ് ഞങ്ങൾ ബാഗ് എടുത്തു. ഇനി അവിടെയാണ് ആ ക്രൗഡ് കാണുന്നില്ലേ, അവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് വന്നാൽ സൂണോ ആപ്പോഴും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. അല്ല എങ്കിൽ വന്നിട്ട് ഡയറക്റ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് കാർഡ് ഓർ ക്യാഷ് നിങ്ങളെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാം. നമ്മളവിടെ ചേട്ടന്മാർ ടിക്കറ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈമിംഗ് വരുന്നത് 11 മണി തൊട്ട് 4 മണി വരെയാണ്. 4 മണി കഴിഞ്ഞാൽ നമുക്ക് വേറെ ആക്ടിവിറ്റീസും ഉണ്ട്. വാട്ടറല്ല, അല്ലാണ്ടുള്ള ആക്ടിവിറ്റീസാണ് കേട്ടോ. നമ്മളുള്ളിലോട്ട് വന്നു. ഇതാ ഇവിടെയാണ് ലോക്കർ നമ്മൾ ഇത് എടുക്കേണ്ടത് കേട്ടോ. ലോക്കർ സെലക്ട് ചെയ്യാം. 3 ഐറ്റംസ് ഉണ്ട്, സ്മാൾ, മീഡിയം, ലാർജ്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് വന്നു. ഇനിയാണ് പോവേണ്ടത്. ഇതൊരു നമ്മൾ ഈവനിങ് ആണ് കേട്ടോ അടുത്ത്. നമ്മൾ രാവിലെ വന്നു, റൈഡൊക്കെ എല്ലാം എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ നമ്മൾ ഫോൺ എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഫോൺ എടുത്തതാണ്. അതാ ഈ ഇരുട്ട്. ഈ റൈഡില്ലേ ഗൈസ്, ഇത് നിങ്ങൾ എന്തായാലും ഡാം ഷോ നിങ്ങൾ പോയിരിക്കണം. കിളി പാറുന്ന റൈഡെന്ന് വെച്ചാൽ കിളി പാറുന്നതാണ്. കാരണം നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരിക്കും. പിന്നെ ഞാൻ എല്ലാ റൈഡിലൊന്നും കയറിയില്ല, പക്ഷേ എൻ്റെ കൂടെ വന്ന എല്ലാവരും എല്ലാ റൈഡിലും കയറി നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തായിരുന്നു. പക്ഷേ ഇനിയും ഞങ്ങൾക്ക് കയറാനുണ്ട് കേട്ടോ. ഞങ്ങളിനി എന്നേലും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മോർണിംഗ് നമ്മൾ പോകുന്ന റൈഡും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാ റൈഡും നമ്മളിങ്ങനെ ഒന്നുകൂടെ പോയി കണ്ടതാണ്. നമ്മൾ ഏതൊക്കെ കയറാനുണ്ട്. ഇനി അടുത്ത് വരുമ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് കയറുമല്ലോ, അതിനൊക്കെ വേണ്ടിയാണ്. ഈ റൈഡില്ല ഗായ്സ്, ഇത് കയറിയ കിളി പാറും. മറ്റതും ഇതും അടുത്തടുത്താണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞങ്ങൾ അതിലും പോയി ഇതിലും പോയി. പിന്നെ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ കോട്ടൺ ഡ്രസ്സ് അവോയ്ഡ് ചെയ്യുക. അത് ഇടാണ്ടിരിക്കുക. പോളിസ്റ്റർ എന്തെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ കുഞ്ഞു കുട്ടികളായിട്ട് നമ്മൾ വരികയാണെങ്കിൽ അവരും നിരാശപ്പെടുത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇതിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പറ്റിയ റൈഡ് കാണും, അവർക്ക് പറ്റിയ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ കാണും കേട്ടോ. ഇത് കണ്ടില്ല ഗൈസ്, ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ സ്ലൈഡ്. ഞങ്ങളോട് വന്ന വിനോദേട്ടനും കയറിയായിരുന്നു, ഷമീർ ഏട്ടനും കയറിയായിരുന്നു. അവർ പറഞ്ഞാൽ പറയാൻ പറ്റുന്നില്ല. അവർക്ക് ഇതിൽ നിന്ന് ലിഫ്റ്റ് കാണും കേട്ടോ. ഇത്രയും ഹൈറ്റുള്ളതുകൊണ്ട് നമുക്ക് ലിഫ്റ്റിൽ പോയാൽ മതി. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റോളം എടുക്കും ഇത് നമ്മൾ താഴെ കറങ്ങി താഴെ എത്താൻ തന്നെ. കിടുവാണ്. അവർക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതുവരെ പോയിട്ടില്ല. നിങ്ങൾ വരുവാണെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ എന്താ, ഞങ്ങൾ ഇതുവരെ നടക്കുക. ഇത് കണ്ടില്ലേ ഗൈസ്, ഈ സിലിണ്ടർ ഇതേപോലെ കുറേ ഇതുണ്ട് കേട്ടോ. ക്യാരക്ടേഴ്സ് വരും, നമുക്ക് എൻജോയ് ചെയ്യാം. പിള്ളേർക്ക് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കത്തില്ലേ. ഇത് 4 മണിക്ക് ശേഷമുള്ള ആക്ടിവിറ്റീസാണ്. ഇതിൽ കുറേ ഗെയിംസ് വരും കേട്ടോ. ഇതിലെ ഗെയിംസിൽ നമുക്ക് എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. നല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊക്കെ ആക്ടിവിറ്റീസ് പോകാം കേട്ടോ. പിന്നെ ഇതൊരു ഹോട്ടലാണ് ഗൈസ്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ഇത് തൊട്ടടുത്താണ്. നിങ്ങൾക്ക് രാവിലെ തന്നെ അവിടെ സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾ ദൂരം നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെന്താ, ഇതൊക്കെ നമ്മൾ ആക്ടിവിറ്റീസാണ്. ഇത്രയും ഹൈറ്റ് ഉണ്ട് ഗൈസ്, കണ്ടില്ലേ എന്തോരം ഹൈറ്റല്ലേ. അവർ കയറിയവരൊക്കെ സമ്മതിക്കണമല്ലേ. പക്ഷെ എന്തായാലും എനിക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് നല്ല പേടിയാണ്. ഞാൻ കുറേ ആക്ടിവിറ്റീസൊക്കെ സ്കിപ്പ് ചെയ്ത് അതുകൊണ്ടാണ്. പിന്നെ നമ്മളിവിടെ പോയപ്പോൾ കുറേ ക്യാരക്ടേഴ്സ് കണ്ടില്ലേ. ഒരു ക്യാരക്ടേഴ്സ് നമ്മൾ ആദ്രികയും വിനോദേട്ടനെയാണ് കേട്ടോ. ആദ്രിക കളിക്കാനൊക്കെ പോവുക. ചേട്ടൻ്റെ ഷേക്കൻ്റെ ഒക്കെ കൊടുത്തു. ആദ്രിക നല്ല ആക്റ്റീവായിരുന്നു. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളോട് വന്ന് 2 കുഞ്ഞുമണിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ആദ്രികയും വിനോദേട്ടനും ഡാൻസ് കളിക്കുക. അവളെ ദിയടുത്തും പറഞ്ഞായിരുന്നു. ദിയ ഭയങ്കര ടയേർഡായിരുന്നു ഗൈസ്. അതുകൊണ്ട് അവൾ അധികം ഡാൻസ് കളിക്കാനൊന്നും പോയില്ല. കണ്ടോ, അവൾ ജസ്റ്റ് ഷേക്ക് ഹാൻഡ് എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നമ്മളും പോയി ഫോട്ടോസൊക്കെ എടുത്ത് കൊള്ളാം. നമ്മളിപ്പോൾ പോവുകയാണെങ്കിൽ നമ്മൾ വർത്താവും. അതൊരു നമ്മൾ അകത്തോട്ട് വന്നു. നമ്മളിനി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇതകത്തും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പിള്ളേരെ കൊണ്ടുവന്നാൽ ഡാം ഷുവർ അവരെന്തായാലും എൻ്റർടൈൻ ആയിരിക്കും.
ബോറടിക്കത്തില്ല. പിന്നെ നമ്മൾ ആ ലോക്കറിൻ്റെ ഇവിടെ വന്നു. ഇതാണ് കേട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ പുറത്ത് വന്നു ഇത് നമ്മളെ പാർക്കിങ്ങിലോട്ട് പോവുക, എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തതെന്നൊക്കെ നോക്കാൻ വേണ്ടി. ഇതാട്ടോ ഇത്രയും നേരം ഇരുട്ടിയെന്ന് നമ്മൾ അകത്ത് നിന്നാൽ പോലും അറിയുന്നില്ല. കാരണം നമ്മളെല്ലാ ആക്ടിവിറ്റീസും എല്ലാം കണ്ട് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യുമായിരുന്നു, ഇനി അടുത്ത് വരാൻ ഇവിടെ കയറണം അങ്ങനെ. കാരണം നമുക്ക് ഇനിയും കയറാൻ വേണ്ടി തോന്നും, അമ്മാതിരി ഇതായിരുന്നു, ത്രില്ലിങ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡാം ഷുവർ അടുത്ത് നിങ്ങൾ വന്നിരിക്കും. നമ്മളിനി അടുത്ത് പോകാൻ വേണ്ടി ഇരിക്കുക, എന്നായിട്ടില്ല മീൻസ് പോകണം അങ്ങനെ ഒരു ഇതിൽ നിൽക്കുക. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് എന്താ ആദ്യം കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എല്ലാത്തിലും കയറി അവൾ ടയേർഡായിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു പാർക്കിലോട്ട് വന്നായിരുന്നു, ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ കഴിക്കുന്നത് എന്താണെന്നറിയോ, ഇത് ബീലപാല 2 സ്വീറ്റ് ഞങ്ങൾക്ക് കുട്ടൻ ചേട്ടന് സിനി ചേച്ചി മേടിച്ച് തന്നതാണ്. ഞങ്ങളൊക്കെ കൂടെ ഉള്ള എല്ലാവരും സ്വീറ്റ് ലവേഴ്സ് ആയതുകൊണ്ട് അവർ മേടിച്ച് തന്നതാണ്. നമ്മളെല്ലാവരും ട്രൈ ചെയ്തായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്യണം ഗായ്സ്, മസ്റ്റാണ്. കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നല്ല മധുരം, കഴിച്ചെങ്കിൽ അലിഞ്ഞു പോകും. ഇത്രയും നല്ല സ്വീറ്റായിട്ടുള്ളത് ഞാൻ വേറെ കഴിച്ചിട്ടില്ല, അതാണ് ഞാനിങ്ങനെ കഴിക്കുന്നത്. സ്പെഷ്യൽ താങ്ക്സ് ടു ഷമീറേട്ടൻ ആൻഡ് സിനി ചേച്ചി. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മുന്നത്തെ വീഡിയോയിൽ തന്ന സപ്പോർട്ടും ഇതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പിന്നെ കാണാം, ബൈ ബൈ.